നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോടൈം സ്പീക്കറാക്കാത്തതിൽ എതിർപ്പറിയിച്ച് ഇന്ത്യ മുന്നണി. 18-ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ സത്യപ്രതിജ്ഞ ചെയ്തു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MP-മാർക്ക് പ്രോടൈം സ്പീക്കർ ഭർതൃഹരി മഹ്താബ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അതേസമയം പ്രോടൈം സ്പീക്കർ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി ഇന്ത്യ മുന്നണി ശക്തമായി പ്രതിഷേധിച്ചു. 8 ടേമുകളിൽ MP ആയിരുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കി ഭർതൃഹരി മഹ്താബിനെ പ്രോടൈം സ്പീക്കറാക്കിയതിൽ പ്രതിഷേധിച്ച് ഇന്ത്യ സഖ്യം പ്രോടൈം സ്പീക്കർ പാനലിൽ നിന്നും വിട്ടുനിന്നു. ശമ്പള പ്രതിസന്ധി. മിൽമ ജീവനക്കാർ പ്രഖ്യാപിച്ച സമരം പിൻവലിച്ചു. ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിനെ തുടർന്ന് മിൽമ ജീവനക്കാർ പ്രഖ്യാപിച്ച സമരം പിൻവലിച്ചു. അഡീഷണൽ ലേബർ കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിക്കാൻ തീരുമാനമായത്. അടുത്ത മാസം 15-നകം ശമ്പള പരിഷ്കരണം നടപ്പാക്കുമെന്ന് ജീവനക്കാർക്ക് ഉറപ്പു നൽകി. ശമ്പളം നൽകിയില്ലെങ്കിൽ ജൂലൈ 15 അർദ്ധരാത്രി മുതൽ സമരത്തിലേക്ക് കടക്കുമെന്ന് യൂണിയനുകൾ അറിയിച്ചു. 2023 പുതിയ ശമ്പള പരിഷ്കരണ കരാർ ഒപ്പുവച്ചിരുന്നെങ്കിലും ഇത് നടപ്പിലാക്കിയില്ല. തുടർന്നാണ് തൊഴിലാളി സംഘടനകൾ പണിമുടക്കിലേക്ക് കടക്കുന്നുവെന്ന് അറിയിച്ചത്. സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾക്ക് 1.5 വർഷത്തിനകം പരിഹാരമെന്ന് സർക്കാർ സഭയിൽ. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനാൽ സഭ വിട്ടിറങ്ങി പ്രതിപക്ഷം. തിരുവനന്തപുരം മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾക്ക് 1.5 വർഷത്തിനകം പരിഹാരമുണ്ടാക്കുമെന്ന് സർക്കാർ നിയമസഭയിൽ. മുന്നറിയിപ്പുകൾ അവഗണിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതാണ് അപകട കാരണമെന്ന് മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ പറഞ്ഞു. കരാർ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടും അദാനിക്കെതിരെ നടപടിയെടുക്കാതെ സർക്കാരും അദാനി ഗ്രൂപ്പും ഒത്തുകളിക്കുന്നുവെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പരീക്ഷാ കേന്ദ്രത്തിലേക്കുള്ള ചോദ്യപേപ്പർ കവറുകൾ നേരത്തെ പൊട്ടിച്ചതായി സംശയം. ബീഹാറിലെ നീറ്റ് ക്രമക്കേടിന് കൂടുതൽ തെളിവുകൾ. ബീഹാറിലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് കൂടുതൽ തെളിവുകൾ. പരീക്ഷാ കേന്ദ്രത്തിലേക്കുള്ള ചോദ്യപേപ്പർ കവറുകൾ നേരത്തെ പൊട്ടിച്ചെന്ന് സംശയം. കേസിൽ ബീഹാറിൽ അറസ്റ്റിലായവരെ CBI ഡൽഹിയിലെത്തിക്കും. പ്രത്യേക CBI സംഘം പട്നയിലേക്ക് തിരിച്ചിട്ടുണ്ട്. നീറ്റ് ക്രമക്കേടിൽ മഹാരാഷ്ട്രയിൽ 2 പേർ കൂടി അറസ്റ്റിലായി. മഹാരാഷ്ട്രയിൽ BJPക്ക് വീണ്ടും തിരിച്ചടി. വനിതാ നേതാവ് പാർട്ടി വിട്ടു. NCPയിലേക്കെന്ന സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻപൻ പരാജയത്തിന് പിന്നാലെ മഹാരാഷ്ട്രയിൽ BJPക്ക് വീണ്ടും തിരിച്ചടി. മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സൂര്യകാന്ത പാട്ടീൽ BJP വിട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് പാർട്ടിയുമായി അകൽച്ചയിലായിരുന്നു സൂര്യകാന്ത. എല്ലാറ്റിനും നന്ദി. കഴിഞ്ഞ 10 വർഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്നാണ് പാർട്ടി വിട്ട ശേഷം പാട്ടീൽ പ്രതികരിച്ചത്. BJP വിട്ട നേതാവ് NCP ശരത് പവാറിനൊപ്പം ചേരുമെന്നാണ് സൂചന. ട്രെയിൻ തട്ടി റെയിൽവേ ജീവനക്കാരൻ മരിച്ചു. അപകടമുണ്ടായത് ഡ്യൂട്ടിക്കിടെ. ദാരുണ സംഭവം തൃശൂർ ഒല്ലൂരിൽ ട്രെയിൻ തട്ടി റെയിൽവേ ജീവനക്കാരൻ മരിച്ചു. വടുക്കര SN നഗർ ചന്ദ്രിക ലൈനിൽ താമസിക്കുന്ന ഉത്തമനാണ് മരിച്ചത്. ആവണിശ്ശേരിയിൽ രാവിലെ 11:30യോടെയായിരുന്നു അപകടം നടന്നത്. ഡ്യൂട്ടിക്കിടെ വേണാട് എക്സ്പ്രസ് ഇടിക്കുകയായിരുന്നു. ട്രെയിനിന്റെ എഞ്ചിന് അടിയിൽ കുടുങ്ങിയ ഉത്തമൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. നെടുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കൂടുതൽ കടുക്കും. പൊതുപരീക്ഷാ നിയമത്തിന്റെ ചട്ടങ്ങൾ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ.
നീറ്റ്, നെറ്റ് അടക്കം പൊതുപരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോരുന്നത് തടയാനുള്ള പൊതുപരീക്ഷാ നിയമത്തിന്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. പരീക്ഷാ നടത്തിപ്പിൽ പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ ആദ്യം പരാതി നൽകേണ്ടത് പരീക്ഷാ സെന്ററിന്റെ ചുമതലക്കാരനായ ഉദ്യോഗസ്ഥനെയാണെന്നാണ് നിർദ്ദേശം. റീജിയണൽ ഓഫീസറുടെ റിപ്പോർട്ടും പരാതിക്കൊപ്പം നൽകണം. പരാതി ലഭിച്ചാൽ ഉടൻ തന്നെ സമിതി ഉണ്ടാക്കി അന്വേഷണം നടത്തണം. ജോയിന്റ് സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനാകണം അന്വേഷണ സമിതിയുടെ അധ്യക്ഷൻ. ഈ സമിതി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്നുമാണ് ചട്ടം നിഷ്കർഷിക്കുന്നത്. പത്തുമാസം 17-കാരിയായ മകളെ കാണാനില്ലെന്ന് അച്ഛന്റെ പരാതി. വീടിനുള്ളിലെ കുഴിമാടത്തിൽ മൃതദേഹം, അമ്മ അറസ്റ്റിൽ. ഹരിയാനയിലെ ഫരീദാബാദിൽ മകളെ കാണാനില്ലെന്ന പിതാവിന്റെ പരാതിയിൽ അന്വേഷണം നടത്തിയ പോലീസ് ഞെട്ടി. 17-കാരിയുടെ മൃതദേഹം കണ്ടെത്തിയത് പെൺകുട്ടിയുടെ അമ്മ താമസിക്കുന്ന വീടിനുള്ളിൽ അടക്കം ചെയ്ത നിലയിൽ. സംഭവത്തിൽ 17-കാരിയുടെ അമ്മയായ അനിത ബീഗത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. 10 മാസം മുൻപാണ് പെൺകുട്ടിയെ കാണാതായത്. എന്നാൽ കഴിഞ്ഞ ജൂൺ 7-നാണ് പ്രവാസിയായ പിതാവ് മകളെ കാണാനില്ലെന്ന് കാട്ടി പോലീസിൽ പരാതി നൽകുന്നത്. മധ്യവയസ്കനെ ഓവുചാലിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ തലശ്ശേരി മഞ്ഞോടിയിൽ മധ്യവയസ്കനെ ഓവുചാലിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടിയേരി സ്വദേശി രഞ്ജിത് കുമാറാണ് മരിച്ചത്. പള്ളൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ വാച്ച്മാനായിരുന്നു. രാവിലെ 8:30യോടെയാണ് ഓവുചാലിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ നാട്ടുകാർ മൃതദേഹം കണ്ടത്. കുട തുറന്ന നിലയിലായിരുന്നു. ബസ് കാത്തുനിൽക്കുന്നതിനിടെ കുഴഞ്ഞു വീണതാണെന്നാണ് കരുതുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.